ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ചെറിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു വ്ളോഗാണ്. ഇന്ന് സൺഡേ ആണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നൊരു വ്ളോഗാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് എൻ്റെ വീടിൻ്റെ ബാക്കിലത്തെ വയലാണ് കേട്ടോ. ഇവിടെ നിറച്ചും പാടങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നു. അപ്പം നിറച്ചും വണ്ടിയുടെ ഒച്ച കേൾക്കുന്നുണ്ടായി. അപ്പം ഒന്നും കേൾക്കാൻ പറ്റണില്ല. ഓഡിയോ ഒന്നും ക്ലിയർ അല്ല കേട്ടോ. എൻ്റെ പിന്നെ മൈക്കും സെറ്റിങ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒട്ടും കേൾക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ പിറകിൽ വന്നിട്ട് ഇവിടത്തേക്കൊരു വീഡിയോ ചെയ്യാമെന്ന്, ഇവിടെ വെച്ച് വീഡിയോ ചെയ്യാമെന്ന്. ആക്ച്വലി ഉണ്ടല്ലോ, ഈ ഒരു പ്ലേസിനെ പറ്റി ഞാൻ വീഡിയോ എടുക്കാൻ ഓർത്തിരിക്കുമായിരുന്നു. വേറെ ദിവസം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ വ്ളോഗ് പോലെ ഇറക്കുന്നുണ്ട്. ലൈക്ക് നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ. ഞാൻ അപ്പുറത്തെ ഭാഗത്തൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാമെന്ന് ഓർക്കണു. ചിലപ്പോൾ സിറ്റിയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒരുപാട് മിസ് ചെയ്യുമല്ലോ അവർ. അപ്പം അവർക്കിതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു കുളിർമയൊക്കെ വരും, ഒരു റിലാക്സേഷനൊക്കെ ഉണ്ടാവും. എനിക്കങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ ഫുൾ ബോറടിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല സീനറിയൊക്കെ കണ്ടാൽ എനിക്ക് നല്ല റിലാക്സേഷൻ ഉണ്ടാവും. അപ്പം അതുപോലത്തെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെങ്കിൽ അവർക്കും റിലാക്സേഷൻ കിട്ടിക്കോട്ടെ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല, സോറി, ഞാൻ സബ്ജക്റ്റിൽ നിന്ന് ഒരുപാട് ഡീവിയേറ്റ് ചെയ്ത് പോയി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് ഒരു സ്റ്റേക്കേഷൻ പോലെ, 1 ഡേ സ്റ്റേക്കേഷൻ പോലെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായി. വേറെ എവിടെയല്ല, വർക്കല ഗേറ്റ് വേയിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഇപ്പം കൊറോണയൊക്കെ ആയ ടൈമിൽ നമ്മൾ നല്ല സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുക്കുന്ന ഹോട്ടലിലൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പം വീട്ടിൽ ഫുൾ ഇപ്പം ചിലപ്പം വർക്ക് ഫ്രം ഹോമൊക്കെ ആയിട്ട് വീട്ടിലൊക്കെ ഇരുന്ന് മടുത്താണല്ലോ എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടൊരു ജസ്റ്റ് 1 ഡേ റിലാക്സേഷൻ പോലെ പോകാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. പിന്നെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ ട്രൈപോഡില്ല, സെൽഫി സ്റ്റിക്കില്ല. അപ്പം വീഡിയോ ഞാൻ എൻ്റെ ഓൺ ഹാൻഡ്സ് വെച്ചിട്ടുണ്ടായിരിക്കും എടുക്കുന്നത്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും, ക്ഷമിക്കുക. അടുത്ത വീഡിയോയിലൊക്കെ സെറ്റാക്കാം. നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഗാഡ്ജറ്റ്സൊക്കെ മേടിക്കാം. ആക്ച്വലി ഞാൻ 2 ദിവസം മുന്നേ ഷോപ്പിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടായി സെൽഫി സ്റ്റിക്കോ ട്രൈപോഡോ എന്തെങ്കിലും മേടിക്കാനായിട്ട്. പക്ഷേ കിട്ടിയില്ല, അവിടെ ഒന്നും സ്റ്റോക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു വരും ദിവസങ്ങളിൽ നമുക്ക് ഒപ്പിക്കാം. എൻ്റെ കൈ വെച്ച് മറയുന്നുണ്ട്, സോറി. അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ, എനിക്ക് നല്ല വിയർക്കുന്നുണ്ട്. ഈ ഡ്രസ്സ് കണ്ടോ, ഇത് ഞാൻ വ്ളോഗ് ഇട്ടുന്നിട്ടില്ലേ, സുഡിയോ എന്ന് പറഞ്ഞിട്ട്. സുഡിയോന്ന് മേടിച്ചതാണ്. നൈസാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയൊക്കെയാണ്. അയ്യോ എൻ്റെ കൈ, നല്ല ക്വാളിറ്റിയൊക്കെയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നൈസ് ഡ്രസ്സ്, ഫുൾ സ്ലീവാണ്. അവിടെ അറ്റത്തൊരു ലാസ്റ്റിക്കൊക്കെ ഉണ്ട്. സുഡിയോയുടെ ബ്രാൻഡഡ് ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഫുഡ് കഴിച്ചിട്ട് അവിടെ ചെന്നിട്ടായിരിക്കും കഴിക്കുക. അപ്പം എന്തൊക്കെയാണ് മെനു, എങ്ങനെയാണ് പ്രൈസ് റേഞ്ച്, മുറിയൊക്കെ എങ്ങനെയുണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. നമ്മൾ ഗേറ്റ് വേ വർക്കല, ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹലോ. ഞങ്ങളതേ ഗേറ്റ് വേയുടെ ഫ്രണ്ടിലാണ്. ആൻഡ് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വരുന്നേ ഉള്ളൂ. അവർ വന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് ജോയിൻ ചെയ്യാനായിട്ട്. ആൻഡ് ഭയങ്കര ബിസി ആയിട്ടൊക്കെ നിൽക്കുന്നു കേട്ടോ. ഹലോ ഹലോ, എന്തെങ്കിലും പറയുമോ എൻ്റെ വ്ളോഗിൽ? ഓക്കെ, ഫ്രണ്ട്സൊക്കെ വന്നിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോവുള്ളൂ. അപ്പോൾ ഉള്ളിൽ പോയതിന് ശേഷം അവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.
ഹായ്, അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവാണ്. സോ റൂമിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം. നമുക്കിങ്ങനെ സ്റ്റെയർ കയറിയിട്ട് വേണം പോകാനായിട്ട്. ലിഫ്റ്റ് ഉണ്ടോയെന്ന് അറിയത്തില്ല. ലിഫ്റ്റ് ഉണ്ടോ? നീ ലിഫ്റ്റ് കാണുന്നില്ല, കാണാതിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം അറിയോ, ഇവിടെ ഇങ്ങനെ മിറേഴ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് മിറേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും നമുക്ക് നോക്കി കൊടുക്കാമല്ലോ. സോ ഞങ്ങളുടെ റൂം 401 ആണ്, വിച്ച് ഇസ് ഇൻ ദി second floor. Yeah, so yeah, wait for me. So yeah, this is our room 402 and ഇവിടുന്നൊക്കെ നൈസ് വ്യൂ ആണ് നമുക്ക്. Wow, so nice. Love this. Wow, so nice. പക്ഷെ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിത് പ്രിഫർ ചെയ്യില്ല, ലൈക്ക് വെയിലുള്ള സമയത്ത്. അതർവൈസ് യു ക്യാൻ കം ഹിയർ ആൻഡ് റിലാക്സ്. നമുക്ക് ടി വി ഉണ്ട് ഇവിടെ. പിന്നെ നമുക്കത് കോഫി ടീ ഒക്കെ ഇട്ട് കുടിക്കാനുള്ള സംഭവങ്ങളും കെറ്റിലും ലൈക്ക് കപ്സും പിന്നെ ടീ ബാഗ്സ്, ഷുഗർ എല്ലാം ഉണ്ട്, വാട്ടർ ബോട്ടിൽ എല്ലാം ഉണ്ട്. പിന്നെ ഓഫീസ് വർക്ക് ചെയ്യാനാണെങ്കിൽ നമുക്കൊരു ടേണിങ് ചെയറുണ്ട്, ടേബിളുണ്ട്. ആൻഡ് ഈ വെള്ളം ഞങ്ങൾ കൊണ്ടുവന്നു കേട്ടോ. ആൻഡ് നമുക്ക് ലഗേജ് വെക്കാനായിട്ടൊരു ഏരിയ ഉണ്ട്. ആൻഡ് റൂമിൽ എൻ്റെ മിററുണ്ട്, ഫേവറേറ്റ്. ഞങ്ങൾ രണ്ടുപേരും യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷനാണ്. ആൻഡ് നിങ്ങൾക്ക് നൈസ് ബെഡാട്ടോ. എനിക്കിങ്ങനെ ബെഡിൽ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരു റൂമുണ്ട്, ഡ്രസ്സിങ് റൂമാണോ ആവോ. ഓക്കെ, ദിസ് ഇസ് എ വാഷിംഗ് ഏരിയ ആൻഡ് ബാത്ത് ഏരിയ. നമുക്ക് എഗെയിൻ മിറർ, വാഷ് ബേസിൻ, അടിപൊളിയൊരു ജക്കൂസി അല്ലല്ലോ ഇത്, ബാത്ത് അല്ലേ, ഒരു ബാത്ത് ഉണ്ട്. നമുക്ക് കോംപ്ലിമെൻ്ററി ഷവർ ജെൽ, ഷാംപൂ, സോപ്പ് എല്ലാം ഉണ്ട്. ടവൽ ഈസ് ഓൾസോ അവൈലബിൾ. നൈസ് ബാത്റൂം ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ. അഗെയിൻ നമുക്കിവിടെ ഒരു വാനിറ്റി മിറർ പോലെ ഉണ്ട്. ആൻഡ് നമുക്കിവിടെ ഒരു ഷവർ ക്യാപ്പ് ഉണ്ട്. പാഡ് ഡിസ്പോസ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. സോ വിൻഡോ മാറ്റുമ്പോൾ നമുക്ക് കർട്ടൻസ് മാറ്റുമ്പോൾ നമ്മളത്തെ ബാൽക്കണി കാണാൻ പറ്റുന്നത് വ്യൂ ആണ്. നമുക്ക് കാണുന്നത് ബീച്ചാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാണാൻ പറ്റുന്നുണ്ടോ? ആ കാണുന്നത് നമ്മുടെ വർക്കല ബീച്ചാണ്. നമുക്കിന്ന് 3 മിനിറ്റ്സേ ഉള്ളൂ ക്ലിഫിലിട്ട് പോകാനായിട്ട്. ഹായ്, ഞങ്ങളപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. 3 മണി വരെ ഉള്ളൂ ലഞ്ച്. സോ ഞങ്ങളിപ്പോൾ 2:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ കഴിച്ചിട്ട് വരാം. സോ അലക്കാട്ടയാണ്. നമുക്കിപ്പം കൊറോണയൊക്കെ ആയതുകൊണ്ട് ബുഫേ സിസ്റ്റം ഒന്നും എവിടെയും ഇല്ലല്ലോ. സോ ഡിഷസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. നമ്മൾ ഗോവയിലെ
ഒരു ജിമ്മി എന്ന് പറഞ്ഞ ഒരാളുടെ ബംഗ്ലാവ് കണ്ടില്ലേ, അതിൻ്റെ ബാൽക്കണി മീൻസ് ബാക്ക് യാർഡ് പോലെ ഉണ്ടല്ലോ. ഇത് നമ്മൾ ആ ഒരു കടലിൽ നിന്ന് നോക്കുമ്പോഴുള്ള സെയിം ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ. ഇവിടെ വഴിതെറ്റിപ്പോയി അറിയത്തില്ല കേട്ടോ. വേ ടു ബീച്ച്. ഓ, ഇതുവഴി ബീച്ചിൽ പോകാൻ പറ്റൂല്ലേ? കനവി അതിനനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യുക. നല്ല വെയിൽ, നമുക്ക് റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. മനസ്സിലാക്കി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. അതിന് കേട്ടോ എന്നാൽ ഒരുപോലെ ഇരിക്കുന്നൊരു കൺഫ്യൂഷനാണ്. നമ്മുടെ വഴിയിലാണ് കേട്ടോ. പുറത്തേക്ക് ഫോണൊക്കെ വെച്ചിട്ടുണ്ടേ കീപ്പ് ചെയ്തിട്ട് വേണം പുറത്തിറങ്ങാനായിട്ട്. കോണ്ടാക്ട് ചെയ്യാമല്ലോ. കാണാൻ പറ്റുന്നുണ്ടോ? ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇനി കുറച്ച് ഇത് പൊക്കത്തിട്ട് അമ്മേ കാണിച്ചു തരാം. സോ ബ്യൂട്ടിഫുൾ അല്ലേ? ആ കാണുന്നത് കടലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നല്ല തിര അടിക്കുന്നുണ്ട്. ആക്ച്വലി നമുക്ക് ഈ റിസോർട്ടിൻ്റെ ഈ ഹോട്ടലിൻ്റെ ബാക്കിൽ നിന്ന് നമുക്കിത് ആ കാണുന്ന ഒരു കണ്ടോ, അതിൻ്റെ താഴെ കൂടി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുവഴി പോയാൽ നമുക്ക് ബീച്ചിൽ പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടെ വഴിയൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അവർ ബ്ലോക്ക് ചെയ്തു. ഇതിന് മുന്നേക്കെ അവർ ഓപ്പൺ ആയിരുന്നു അത്. പക്ഷെ അതിൻ്റെ വാക്ക് വേ ഒക്കെ പൊളിഞ്ഞ് കിടക്കണം. അപ്പം അവർ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കും സ്റ്റോപ്പ് ചെയ്തതെന്ന്. കൊറോണ ആയിട്ട് പൂളൊന്നും യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടോ. ഞാനൊരു 7:30 ആയപ്പോൾ എഴുന്നേറ്റു. എന്നിട്ട് നേരെ ഞാൻ നമ്മുടെ ബ്ലാക്ക് ടീ ഇടാൻ പോയി. അപ്പം നല്ല വ്യൂ ആയതുകൊണ്ട് ഞാൻ ഓർത്തു ബാൽക്കണിയിലിരുന്ന് ബ്ലാക്ക് ടീ കുടിച്ചിട്ട് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാമെന്ന് കുറച്ച് നേരം. സോ ഞാൻ ബ്ലാക്ക് ടീ ഒക്കെ ഉണ്ടാക്കി ബാൽക്കണിയിൽ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. ഇതേ അവിടെ നമുക്കിങ്ങനെ വാളിൽ വെച്ചേക്കുന്ന കുറച്ച് ഫോട്ടോസാണ്. ഇത് നമ്മുടെ വർക്കല ടണൽ, നമ്മുടെ 1900-ലേക്കുള്ള ടണൽ, അതുപോലെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം, പിന്നെ വർക്കല ക്ലിഫ്, പിന്നെന്താണ് അന്നത്തെ ചാല മാർക്കറ്റ്, ട്രിവാൻഡ്രം ചാല മാർക്കറ്റ്. ഇതൊക്കെ പണ്ടത്തെ ഫോട്ടോഗ്രാഫിയാണ് ഇതെല്ലാം. അന്നെന്തോ ഒരു സ്റ്റുഡിയോ എന്തോ ഉണ്ടായിരുന്നൊരു കാലമായിരുന്നു.
അപ്പം ഇത് ഞങ്ങൾക്ക് അവിടുത്തെ ചേട്ടനാണ് പറഞ്ഞു തന്നത്. അവിടുത്തെ ഒരു സെക്യൂരിറ്റി ചേട്ടനാണ് ഈ കഥയൊക്കെ പറഞ്ഞു തന്നത്. അന്നേരം എടുത്ത കുറേ ഫോട്ടോസാണെന്നുള്ളത്. അപ്പം ഒരു നൊസ്റ്റു നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള കാലത്തിലൂടെയാണല്ലോ കടന്നു വന്നത്. നമ്മളല്ല ലൈക്ക് ഇങ്ങനെ ആയിരുന്നല്ലോ ഇവിടെ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ എന്തോ ഒരു നല്ലൊരു ഫീല്. ഞങ്ങൾ ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ചുമ്മാ ഒരു ലൈക്ക് മോർണിംഗ് വാക്ക് പോലെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാ. ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ വഴി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ അതിലൂടെ ഒന്ന് പോയി നോക്കാം, എവിടെ എത്തുമോ ആവോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു തുടങ്ങിയതാ. നല്ല തണലാട്ടോ, നല്ല രസമാണ് അതിലെ കൂടി ഇങ്ങനെ നടക്കാനായിട്ട്. അല്ലാത്ത ദിവസമേ നമ്മൾ മടി പിടിച്ചിട്ട് നടക്കണമൊന്നുമില്ല. അപ്പം ഇങ്ങനെയെങ്കിലും നടക്കണമെങ്കിൽ നടക്കട്ടെ അല്ലേ. ഞാനുണ്ടല്ലോ അവിടെ ഒരു ടൈപ്പ് ഞാനിങ്ങനെ കണ്ടായിരുന്നു മരത്തുനിന്ന്. ഞാൻ ആദ്യം ഓർത്തു പാമ്പിൻ്റെ എന്തോ മുട്ടയാന്നേ. പിന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായേ വേറെന്തോ സംഭവമാണ്. ഹലോ, സോ ഞങ്ങൾ ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുവാണ്. 11 എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, എന്നാലും വളരെ വിഷമത്തോടെ എനിക്ക് പറയുകയൊന്നും ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. എന്താണെന്നറിയില്ല. ഓക്കെ, സോ നല്ല രസമായിരുന്നു കേട്ടോ സത്യമായിട്ടും. നമ്മളിങ്ങനെ മതി. ആക്ച്വലി നല്ല രസമായിരുന്നു കേട്ടോ മൊത്തത്തിൽ. നല്ല എൻജോയ് ചെയ്തു ഒരു ദിവസമാണെങ്കിൽ കൂടി. സോ നിങ്ങളെല്ലാവരും ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് വീട്ടിൽ നിന്നൊക്കെ മാറി ജസ്റ്റ് ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ, ചില്ല് ചെയ്യാൻ എവിടെയെങ്കിലുമൊക്കെ പോവുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് നല്ല ഫ്രീ ആവും, ഒരു ചിൽ മൂഡ് വരും. ഓക്കെ സോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. 11:30 ചെക്കൗട്ട്. 12 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് ബീച്ചിൽ പോകുന്ന അറിയത്തില്ല, നല്ല ഉച്ചയ്ക്ക് നല്ല വെയിലാണല്ലോ ഇവിടെയൊക്കെ. സോ ബീച്ചിൽ പോവില്ലായിരിക്കും, എന്നാൽ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നേരെ എൻ്റെ വീട്ടിലോട്ട് പോവും. അവിടെ നിന്ന് ഞങ്ങൾ ലഞ്ച് കഴിക്കും. എന്നിട്ട് ബാക്ക് ടു ട്രിവാൻഡ്രം. സോ ഞങ്ങൾ ചിലപ്പോൾ നാളെ എൻ്റെ വീട്ടിൽ നിന്നിട്ട് നാളെ രാവിലെ പോവുള്ളൂ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്. പിന്നെ എന്താണ്, സോ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതൊന്നും ഞാൻ എടുക്കണില്ല, ഫോട്ടോ ഇടാം എന്താണെന്നൊക്കെ. പിന്നെന്താണ്, അത്രേ ഉള്ളൂ. അപ്പം അടിപൊളി സ്റ്റേക്കേഷൻ ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കല്യാണം കഴിച്ച ആളാണെങ്കിൽ ഭാര്യയും കുട്ടികളെയൊക്കെ കൊണ്ടുപോവുക. കുട്ടികളിലെ ഭാര്യ മാത്രമേ ഉള്ളെങ്കിൽ എപ്പോഴും വീട്ടിൽ നിൽക്കുന്ന ഭാര്യ ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെയൊക്കെ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോവുക, സ്റ്റേക്കേഷനൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര സന്തോഷമാവും. ഇതുപോലത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണല്ലോ നമ്മുടെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. സോ അപ്പോൾ ഞാനിവിടെ ഈ വീഡിയോ എൻഡ് ചെയ്യുവാണ്. ഞാൻ ലൈക്ക് കുറച്ച് പുറത്തോട്ട് ഇറങ്ങുന്ന വീഡിയോ ഒക്കെ ഇടാം ഇതിൻ്റെ കൂടെ. സോ വീഡിയോ നല്ല ലെങ്തി ആണോന്നൊന്നും അറിയത്തില്ല, എന്നാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ അടിപൊളി വ്ളോഗ്സും സ്റ്റേക്കേഷനുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ 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 402. ബൈ 402. हाँ पॉकेट बाय बाय.